നമസ്കാരം. കൂടുതൽ പോലീസുകാർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസിക പീഡനത്തിനിരയായ ദലിത് യുവതി ബിന്ദു. സംഭവവുമായി ബന്ധപ്പെട്ട് പേരൂർക്കട എസ് ജെ പ്രസാദ് ബാബുവിനെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു. 25 ദിവസത്തിന് ശേഷം മുഖം രക്ഷിക്കാൻ പോലീസ് എടുത്ത നടപടിയിൽ തൃപ്തിയില്ലെന്ന് ബിന്ദു പറഞ്ഞു. തന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിച്ച 2 പോലീസുകാർക്കെതിരെ കൂടി നടപടി വേണമെന്നും ബിന്ദു ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് തന്റെ ആഗ്രഹം. അത്രത്തോളം അവർ തന്നെ ഉപദ്രവിച്ചിരുന്നു. പ്രസന്നൻ എന്ന ഉദ്യോഗസ്ഥനെ ഒരു സ്റ്റേഷനിലും ഇരുത്താൻ പാടില്ല. കള്ളക്കേസ് കൊടുത്ത് മാനസികമായി ദ്രോഹിച്ച വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ നിയമപരമായി നീങ്ങുമെന്നും ബിന്ദു പറഞ്ഞു. ഈ സംഭവ വികാസങ്ങൾക്കിടെ ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. പേരൂർക്കട പോലീസിന്റേത് ക്രൂരമായ നടപടിയാണെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പ്രതികരിച്ചത്. പഴയ പോലീസ് മുറയൊന്നും ഇപ്പോൾ പ്രയോഗിക്കേണ്ട കാര്യമേയില്ല. കുടുംബത്തെ മുഴുവൻ അപമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തി നടപടി സ്വീകരിക്കണം. കള്ളപ്പരാതി ഏതു സാഹചര്യത്തിലാണ് നൽകിയതെന്നും മാല എങ്ങനെയാണ് തിരിച്ചു കിട്ടിയതെന്നും അന്വേഷിക്കണമെന്ന് ബിന്ദുവിനെ നേരിൽ കണ്ടതിനു ശേഷം സതീദേവി പറഞ്ഞു. സംഭവത്തിൽ തുടരന്വേഷണത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കിടേഷ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയേക്കും. മോഷണം പോയെന്ന് പറഞ്ഞ മാല ചവറ്റുകുട്ടയിൽ നിന്ന് ലഭിച്ചത് എങ്ങനെയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാവും അന്വേഷിക്കുക. സംഭവത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ SIയെ സസ്പെൻഡ് ചെയ്തത്. പരാതിയിൽ പറഞ്ഞ ഗ്രേഡ് ASIക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് കമ്മീഷണർ തോംസൺ ജോസ് അറിയിച്ചു. അന്വേഷണത്തിന് കണ്ടോൺമെന്റ് ACPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ സസ്പെൻഷനിലായ SI SJ പ്രസാദിന് പുറമെ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി വ്യക്തമായിട്ടുണ്ട്. അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ ചോദ്യം ചെയ്യുകയും രാത്രിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടായേക്കും. മോഷണ കേസിലെ നടപടികൾ ലംഘിച്ചെന്നു മാത്രമല്ല, മോശമായി പെരുമാറിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കൊലപാതകം ചെയ്യുന്നവർക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങി കൊടുക്കുകയും പാവപ്പെട്ട ഒരു സ്ത്രീയോട് ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറയുകയും ചെയ്യുന്നതിൽ എന്ത് നീതിയാണുള്ളതെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പ്രതികരിച്ചു. അമ്മയ്ക്ക് നീതി കിട്ടും വരെ പോരാടുമെന്നാണ് ബിന്ദുവിന്റെ മക്കൾ പ്രതികരിച്ചത്. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശി R ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് പരാതി നൽകിയത്. മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ 18-നാണെങ്കിലും പരാതി നൽകിയത് 23-നായിരുന്നു. തുടർന്ന് 23-ന് കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ പിറ്റേന്ന് ഉച്ചവരെ സ്റ്റേഷനിൽ നിർത്തി ചോദ്യം ചെയ്തു. പരാതിക്കാരിയുടെ വീട് പരിശോധിക്കാതെയാണ് പോലീസ് നടപടിയെടുത്തതെന്ന് സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മോഷണം നടന്നെന്ന് ഉറപ്പാക്കാതെയും സ്ഥലം പരിശോധിക്കാതെയും ബിന്ദു പ്രതിയാണെന്ന് തീരുമാനിച്ച് പോലീസ് അസഭ്യ വാക്കുകൾ പറഞ്ഞു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ 2 പെൺമക്കളെയും പ്രതികളാക്കുമെന്ന് SI ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. രാത്രി കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യം ഇല്ലെന്നിരിക്കെ സ്റ്റേഷനിൽ നിർത്തി. വീടിനുള്ളിലെ ചവറ്റുകുട്ടയിൽ നിന്നും മാല കിട്ടിയ കാര്യം പിറ്റേന്ന് രാവിലെ തന്നെ പരാതിക്കാരി അറിയിച്ചു. എന്നാൽ ഇക്കാര്യം ബിന്ദുവിനെ അറിയിച്ചതുമില്ല. 11 മണിക്ക് ബന്ധുക്കൾ വന്നതിന് ശേഷമാണ് പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അവഗണിക്കുകയായിരുന്നുവെന്ന് ബിന്ദു പിന്നീട് ആരോപിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് തുടക്കത്തിൽ SIയെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കിയത്.